ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് സി എം എയുടെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. അപ്പൊ സി എം എയുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഇതൊക്കെ വന്നു അല്ലേ? അപ്പൊ നമുക്ക് അതിന്റെ സി എം എ ഫൗണ്ടേഷൻ ഇന്റർമീഡിയറ്റ് ഫൈനൽ ആർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് പരീക്ഷ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഫൗണ്ടേഷൻ നോക്കാം. ഓക്കെ, ഇതാണ് ഫൗണ്ടേഷന്റെ ടൈം ടേബിൾ വന്നേക്കുന്നത് കേട്ടോ. ഫൗണ്ടേഷന്റെ ടൈം ടേബിൾ വന്നേക്കുന്നത് ഇതാണ്. ഇതിൽ നമുക്ക് പറഞ്ഞേക്കണേ ടൈം ടേബിൾ എന്താണ്? നമ്മളുടെ 15 ഡിസംബർ 2024 ആണ് ഫൗണ്ടേഷൻ എക്സാം നടക്കുക എന്ന് പറയുന്നത്. ടൈം വരുന്നത് സാധാരണ നോർമലി ഉള്ള പോലെ തന്നെ 10 to 12 PM അതേപോലെ തന്നെ 2 PM to 4 PM ആണ് പരീക്ഷ വരുന്നത് കേട്ടോ. ആദ്യത്തെ പരീക്ഷ രാവിലെ എന്ന് പറയുമ്പോൾ പേപ്പർ 1 and 2 ആണ് 200 മാർക്കിന്. പിന്നെ എന്താണ് പേപ്പർ 3 and 4 ആണ് ഉച്ച കഴിഞ്ഞ് 200 മാർക്കിന് വരിക കേട്ടോ. ഉള്ളതെന്ന് വെച്ചാൽ ഓഫ്ലൈൻ മോഡിലാണ് സെന്റർ വരിക. OMR ബേസ്ഡ് ആണ്. എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉള്ളത് കേട്ടോ ഫൗണ്ടേഷൻ എക്സാമിന് വേണ്ടി. അപ്പം ഇതിലെ പേപ്പർ 1 പേപ്പർ 2 എത്ര ക്വസ്റ്റ്യൻ വീതമാണ്? 50 വീതം 100 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. രണ്ട് പേപ്പറിനും കൂടി ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതമായിരിക്കും കേട്ടോ. ഫീസ് വരിക എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ കോഴ്സ് എക്സാമിനേഷൻ ഫീസ് വരുന്നത് നമുക്ക് ഇന്ത്യക്കകത്തുള്ളവർക്ക് എത്ര വരും? 1500 രൂപയാണ് ഫൗണ്ടേഷൻ ഫീസ് തന്നെ, എക്സാം ഫീസ് കേട്ടോ. ആപ്ലിക്കേഷൻ ഫോം ഫോർ ഫൗണ്ടേഷൻ ഹാസ് ബീൻ ഫൈൽഡ് ത്രൂ ഓൺലൈൻ. ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം? ആപ്ലിക്കേഷൻ ഫോം ഫയൽ ചെയ്യുന്നത് ത്രൂ ഓൺലൈൻ മോഡിലാക്കാം. ആൻഡ് ഫീസ് വിൽ അക്സെപ്റ്റ് ത്രൂ ഓൺലൈൻ മോഡ് തന്നെ ഫീസും. അതിലെന്തുണ്ട്? പേ ഫ്രീ മോഡൽ ഓഫ് IDBI ബാങ്കിന്റെ ഉണ്ട്. സ്റ്റുഡൻസ് ഫ്രം ഓവർസീസ് ഹാവ് ടു അപ്ലൈ ഓഫ്ലൈൻ. ഓവർസീസ് പുറത്തുള്ളവർക്ക് എന്ത് ചെയ്യാം? ഓഫ്ലൈൻ ആയിട്ട് ചെയ്യാം. DD അലോങ് വിത്ത് ദിസ് ഫോം. ഫോമിന്റെ കൂടെ DDയും കൂടി സെൻഡ് ചെയ്യേണ്ടി വരും. സ്റ്റുഡൻസ് ക്യാൻ ലോഗ് ഇൻ ടു ദ വെബ്സൈറ്റ് ടു അപ്ലൈ ഓൺലൈൻ ത്രൂ പേയ്മെന്റ് ഗേറ്റ്വേ വഴി ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് ഓർ നെറ്റ് ബാങ്കിങ്. നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ മുഖേന പേയ്മെന്റ് ചെയ്യാം. ഏത് സൈറ്റിലാണ്? www.icami.in എന്ന സൈറ്റിൽ കൂടെ ഓൺലൈൻ ആയിട്ടോ. സ്റ്റുഡൻസ് ക്യാൻ ഓൾസോ പേ ദെയർ റിക്വസ്റ്റ് ഫീസ് ത്രൂ പേ ഫ്രീ മോഡ്യൂൾ ഓഫ് IDFC ബാങ്ക്. IDFC ബാങ്കിന്റെ പേ ഫ്രീ മോഡ്യൂൾ പ്രകാരം ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസീറ്റ് ഓഫ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഫോം ഈസ് 15th October 2024 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്ന എക്സാം ആപ്ലിക്കേഷൻ ഫൈൽ ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ്. അതിന് എന്തുണ്ടാവില്ല? നോ സ്റ്റേഷൻ. വേറെ സ്റ്റേഷൻ നീട്ടി കിട്ടുമെന്ന് വിചാരിച്ചോണ്ടിരിക്കില്ല. അപ്പൊ മക്കളെ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും എന്താ 5-ാം തീയതി വെയിറ്റ് ചെയ്യല. ഒക്ടോബറിന് മുമ്പായിട്ട് തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. എത്രയും പെട്ടെന്ന് ചെയ്താൽ അത്ര നല്ലതാണ്. ലാസ്റ്റ് മിനിറ്റിലേക്ക് ചെയ്യാൻ നിൽക്കണ്ട കേട്ടോ. നാലാമത്തെ പോയിന്റ് വെച്ചാൽ ഫൗണ്ടേഷൻ എക്സാം കണ്ടക്ട് ചെയ്യുന്ന MCQ മോഡലാണ് ഓഫ്ലൈൻ ആയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ പറഞ്ഞു. ഈച്ച് പേപ്പർ ഓരോ പേപ്പറിനും 100 മാർക്കാണ്. 50 ക്വസ്റ്റ്യൻ വീതമാണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം ക്യാരി ചെയ്യണേ. എന്നുണ്ടാവില്ല നോ നെഗറ്റീവ് മാർക്ക്. നെഗറ്റീവ് മാർക്കൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ എന്താണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻ നമ്മൾ അഡ്മിറ്റ് കാർഡിൽ പ്രൊവൈഡ് ചെയ്യും. പിന്നെ എക്സാം സെന്റർ ഏതാണെന്നുള്ളതാണ്. ആ എക്സാം സെന്ററിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എവിടെയാണ് എക്സാം സെന്റർ വേണ്ടത് അത് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ ഹെൽഡ് ലേറ്റസ്റ്റ് ബൈ 19th January 2025 എന്താ ഫൗണ്ടേഷന്റെ റിസൾട്ട് വരിക എന്ന് പറയുന്നത് കേട്ടോ. ഫൗണ്ടേഷന്റെ റിസൾട്ട് വരുന്നത് എന്താണ്? 9th January 2025 ഡേറ്റ് വരിക. ഇത്ര കാര്യങ്ങളാണ് ഇത് ഫൗണ്ടേഷൻ കാര്യം പറയാനുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഫൗണ്ടേഷൻ ചേരാൻ നിൽക്കുന്നവർക്ക്, അപ്പം ഫൗണ്ടേഷൻ ചേരണം ഒക്കെ അങ്ങനെയൊക്കെ ചിന്തയുള്ളവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്താണ് ഫസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻറോൾമെന്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ July 31st ആണ് കേട്ടോ. അപ്പൊ July 31st മുമ്പായിട്ട് എൻറോൾമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഡിസംബറിൽ വരുന്ന എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കാം. 23 ഓഗസ്റ്റിന് മുമ്പായിട്ട് നമുക്ക് എന്ത് വരും? റിസൾട്ടും വരാൻ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പൊ അതിന് മുമ്പായിട്ട് ജൂലൈക്ക് അതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യും? റിസൾട്ട് വരും. കാരണം റിസൾട്ട് 23 ഓഗസ്റ്റ് 2024 മുമ്പായിട്ട് വരും. നമുക്ക് എക്സാം ഫയൽ ചെയ്യാനുള്ള 15th October ഉണ്ട്. അപ്പം 23-ാം തീയതി വന്നെങ്കിൽ പോലും നമുക്ക് സെപ്റ്റംബർ ഒരു മാസം ഫുള്ള് ഉണ്ട് നമുക്ക് എക്സാം ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ കേട്ടോ. അത് പേടിക്കണ്ട. അപ്പം
നിങ്ങൾ എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വിചാരിക്കും. ഫൗണ്ടേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ എന്റെ വാട്സപ്പിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരു പുതിയ കമ്മ്യൂണിറ്റി പെട്ടെന്ന് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ആണെങ്കിൽ പറയുന്നത് ആരെ കമന്റ് ചെയ്യുക, ഒരാൾ കമന്റ് ഇട്ടാൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ആ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഇന്റർമീഡിയറ്റിന്റെ കാര്യം നോക്കാം. അടുത്ത ഇന്റർമീഡിയറ്റ് ആണ്. ഇന്റർമീഡിയറ്റുകളുടെ നോക്കുവാണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഓക്കെ കാണാമെന്ന് വിചാരിക്കുന്നു. മാറിട്ടില്ലല്ലേ? ഓക്കെ, ഇപ്പൊ എന്തായിട്ടുണ്ട്, സ്ക്രീൻ മാറിയിട്ടുണ്ടാവുന്നു. ഓക്കെ, ഇതാണ് ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനാൻസിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഇന്റർമീഡിയറ്റ് ഫൈനൽ എക്സാം ഡിസംബർ 2024 നടക്കുന്നത് എന്താണ്, 10th ഡിസംബർ 2024 മുതൽ 17th ഡിസംബർ 2024 വരെയാണ് എക്സാം നടക്കുക. ഒന്നരാടം കഴിഞ്ഞാൽ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് മാത്രമേ എഴുതുന്നവർക്ക് ഒന്നരാടം അവധി കിട്ടും. ബോത്ത് ഗ്രൂപ്പ് എഴുതുന്നവർക്കാണ് ലീവ് ഇല്ലാത്ത കേട്ടോ. എക്സാം ഉണ്ടാന്ന് പറയുന്നത്. ഇപ്പൊ ഇന്റർമീഡിയറ്റിന്റെ കാര്യം പറയുമെങ്കിൽ ഫസ്റ്റ് ബിസിനസ് ലോ ആൻഡ് എത്തിക്സ് ആണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പേപ്പർ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അതെന്താണ് 12th ഡിസംബർ 2024 അല്ലെ. പിന്നെ അടുത്ത വരിക ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അത് 14 തീയതിയാണ് വരിക കേട്ടോ. അത് കഴിഞ്ഞ് കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് വരുന്നത്. അത് 16 ഡിസംബർ 4. ബാക്കിയുള്ളത് എന്താണ് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ആണ്. അപ്പൊ ഒന്നരാടം. അപ്പൊ അതേപോലെ തന്നെ ഫൈനലിനും ഇത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫീസ് വരികയാണെന്ന് വെച്ചാൽ ഫൈനലിനാണെങ്കിൽ സിംഗിൾ ഗ്രൂപ്പ് ആണെങ്കിൽ 1800 ആണ്. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ 1500 ആണ് കേട്ടോ മക്കളെ. ബോത്ത് ഗ്രൂപ്പ് ആണ് എഴുതുന്നതെങ്കിൽ 3200 ആണ് ഫൈനലിന് വരിക. ഇന്റർമീഡിയറ്റിന് 2800 രൂപയാണ് കേട്ടോ വരിക. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ഫോർ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ ഹാസ് ബീൻ ഫൈൽഡ് ത്രൂ ഓൺലൈൻ. നമുക്ക് ഓൺലൈൻ മോഡിൽ നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ ഫോം നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഓൺലൈൻ മോഡിൽ തന്നെ പേയ്മെന്റ് നമുക്ക് നടത്താം. അതിൽ എന്ത് ചെയ്യാം, പേപ്പറി മോഡൽ ഓഫ് IDBI ബാങ്കിങ് നമുക്കുണ്ട്. ഓഫ്ലൈൻ ഫോം ഇല്ല കേട്ടോ. വിൽ അക്സെപ്റ്റ് ഫോർ ഡൊമസ്റ്റിക് കാൻഡിഡേറ്റ്. ഡൊമസ്റ്റിക് ആയിട്ട് കാൻഡിഡേറ്റ്സ് മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ ഓഫ്ലൈൻ ഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പുറത്തുള്ളവർക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈനിൽ ചെയ്യാം. അലോങ് വിത്ത് ഫോമിന്റെ ഒപ്പം DDയും ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ എന്താണ് സൈറ്റ് www.icmi.in പറഞ്ഞ സൈറ്റിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ എക്സാമിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10th October 2024. നമ്മൾ കണ്ടു ഫൗണ്ടേഷൻ 15th October ആയിരുന്നു. പക്ഷെ ഇന്റർമീഡിയറ്റിനും ഫൈനലും 10th October ആണ് കേട്ടോ. അതിന് എന്തുണ്ടാവില്ല, വേറെ നീട്ടിലും കുറുക്കിലും ഒന്നും ഉണ്ടാവില്ല. സോ അതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം, എക്സാം ആപ്ലിക്കേഷൻ നിങ്ങൾ ഉറപ്പായിട്ടും ഫയൽ ചെയ്തിരിക്കണം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓഫ്ലൈൻ ബേസ്ഡ് ആയിരിക്കും സെന്റർ എന്ന് പറയുന്നത്. ഓൺലൈൻ ബേസ്ഡ് അല്ല, ഓഫ്ലൈൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നമ്മൾ എഴുതുന്ന പോലെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഈ താരെ പറഞ്ഞേക്കുന്നത് എന്തൊക്കെ എക്സാം സെന്റേഴ്സ് ആണ്. അവിടെ നിന്ന് ഏത് വേണമെങ്കിലും സെന്റർ എടുത്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ് കേട്ടോ. A candidate who is filing all conditions specified opinion will be only exam centers. എല്ലാം കറക്റ്റ് കണ്ടീഷൻ എല്ലാം ഫുൾഫിൽ ചെയ്തവർക്ക് മാത്രമേ എക്സാമിനേഷൻ ട്രെയിനിങ്സ് ഇതൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട, ഇന്റർമീഡിയറ്റും ഫൈനലിനൊക്കെ മുമ്പായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അറ്റൻഡ് ചെയ്യേണ്ട, അതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഇതിന്റെ ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ ഓഫ് റിസൾട്ട് എന്ന് പറയുന്നത് 21st February 2025 മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യും, റിസൾട്ട് പബ്ലിഷ് ചെയ്യും കേട്ടോ. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് പൊതുവായിട്ട്. അപ്പൊ ഇതിന്റെ നമുക്ക് ഏരിയയൊക്കെ ഇപ്പം ജൂണിൽ ഏരിയയുടെ റിസൾട്ട് ആണെങ്കിൽ എന്താണ് 23rd August 2024 മുമ്പായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഡേറ്റ് അല്ലെങ്കിൽ അന്നത്തേക്ക് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. നമുക്ക് ഡിസംബറിൽ എക്സാം എഴുതണം എന്നുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, July 31st മുമ്പായിട്ട് എൻറോൾമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസംബറിലേക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇന്റർമീഡിയറ്റിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ഫൈനലിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ
നമുക്ക് വലിയ ദിവസങ്ങളിൽ പറയാം. നമ്മൾ CA കാര്യങ്ങളൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്യാം. പിന്നെ BCom ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്നിരുന്നാലും നമ്മൾ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്നത് CA ആയിരിക്കും. പിന്നെ എന്താണ് സ്റ്റഡി ട്രിപ്സ്, ടെക്നിക്സ്, ഓരോ നമ്മൾ എന്താണ് സ്റ്റുഡൻസ് ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഇൻഫോർമേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഇത് മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്താലോ എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ താഴെ കമന്റിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാം. അതിൽ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഒന്നെങ്കിൽ നമുക്ക് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ആണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. സ്റ്റേ ട്യൂൺഡ്. അപ്പൊ ക്ലാസ്സസ് ആവശ്യമുള്ള ഇന്ന് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ട് ബന്ധപ്പെടും കേട്ടോ. ഓക്കെ, താങ്ക് യു.